നമ്മളിപ്പോൾ ഈ സൈഡിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ കണ്ടില്ലേ നിങ്ങൾ? ജനസാഗരം അല്ലെ, ജനസമുദ്രം എന്നൊക്കെ പറഞ്ഞ പോലെ ഈ കാണുന്നതൊക്കെ രാഹുൽ ഗാന്ധിയുടെ ബീഹാർ യാത്രയിൽ വരുന്ന ആളുകളാട്ടോ. അങ്ങോട്ട് വരുന്ന ആളുകൾ റോഡ് മൊത്തം ബ്ലോക്ക് ആയിട്ടും അല്ലാണ്ടും ആ ഒരു സ്ഥലങ്ങളോട്ട് അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി പോകുന്ന വഴി അരികിൽ നിൽക്കുന്ന ആളുകളുടെ കൂട്ടമാണ് നമ്മൾ ഈ കണ്ടത് കേട്ടോ. ഈ വീഡിയോ ഇന്നലെയും മെനിയാന്നും കുറച്ച് ദിവസങ്ങളായി നാലഞ്ച് ദിവസങ്ങളായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇത് കണ്ടിട്ട് വല്ലാത്ത സങ്കടപ്പെട്ട് ബുദ്ധിമുട്ടി നമ്മുടെ നാട്ടിലെ ചില പടുക്കളവന്മാരും അതുപോലെ തന്നെ പല ക്രിസംഗി മുസംഗികളും കൂടെ കുറേ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. മോദിയുടെ ഇന്നലത്തെ ബീഹാർ വിസിറ്റിൽ ഉണ്ടായിട്ടുള്ള ആളുകളുടെ ജനപ്രവാഹം അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ടുള്ള തള്ളു. രാഹുലിൻ്റെ പ്രോഗ്രാമിന് ആളുകൾ ആരും വരുന്നില്ല, മോദിയുടെ പ്രോഗ്രാമിന് ആളുകൾ എല്ലാവരും എത്തുന്നു, ഈവൻ RJDയുടെ പാർട്ടി MLA വരെ വരുന്നു, അവരുടെ അനുയായികൾ വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിൽ ഇരുന്നിട്ട് ചില പടുക്കളവന്മാരെന്ന് പറഞ്ഞാൽ സംഘികളുടെ കുലദൈവം എന്നൊക്കെ വേണേൽ പറയാം. നമുക്ക് സംഘികളുടെ മാത്രം കുലദൈവമാണ്. ഇടയ്ക്കൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഇടയ്ക്കൊക്കെ അമേരിക്കയുടെ നയതന്ത്രം ചെയ്യുന്ന ആളാണ്, ചിലപ്പം റഷ്യയുടെ നയതന്ത്രം കാത്തു സൂക്ഷിക്കുന്ന ആളാവും, ചിലപ്പം ചൈനയുടെ ആവും. ചുരുക്കി പറഞ്ഞാൽ ലോക രാജ്യങ്ങൾ മൊത്തം ഇയാളുടെ കൺട്രോളിൽ നിർത്തും. ബാക്കിയുള്ള മോദിജിയുടെ താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും വലിയ അല്ലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ രാജ്യസ്നേഹിയും അതുപോലെ തന്നെ ഏറ്റവും വലിയ എന്തോ ഒരു കൊണാൻഡറുമാണെന്നുള്ള രീതിയിൽ വെറുതെ ചുമ്മാ വന്ന് തള്ളുന്നത് പല അവിടത്തെയും ഇവിടത്തെയും പല മീഡിയാസിൽ വരുന്ന ചില ക്ലിപ്പുകൾ എടുത്ത് വന്നിട്ട് വളരെ ആധികാരികമായിട്ട് സംസാരിക്കുന്ന ഒരു പടുക്കളവൻ. അതിൻ്റെ കൂട്ടത്തിൽ അവന് ഈ മറ്റേ എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന പോലെ ചുമ്മാ അങ്ങനെ എണ്ണ ഒഴിച്ചു കൊടുക്കുന്ന പുട്ടിന് തേങ്ങട്ട പോലത്തെ ചില മറ്റു ആണുങ്ങളും ഈ വീഡിയോയിലൊക്കെ വന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പം യഥാർത്ഥത്തിൽ മോദിയുടെ പരിപാടിക്ക് അവിടെ ആളുകൾ വന്നോ ഇല്ല എന്നുള്ളത് നമുക്ക് ആലോചിച്ച് നോക്കാം. മോദിയുടെ പ്രോഗ്രാമിനോട്ട് വരാൻ വേണ്ടിയിട്ട് ആളില്ല. അതെ, മോദിയുടെ പ്രോഗ്രാമിന് ആളില്ല. ബീഹാറിൽ BJPക്കാർ അല്ലെ ഇപ്പം നമ്മുടെ നിതീഷ് കുമാറിന്റെ പാർട്ടി ഭരിക്കുന്ന പാർട്ടിയിൽ അനുയായികൾ വരുന്നില്ല. അപ്പോൾ ഇവരെന്താ ചെയ്തത്? ഈ പറഞ്ഞ ബീഹാറിലെ സകല ഗവൺമെന്റ് സ്കൂളുകളിലും അതുപോലെ ഗവൺമെന്റ് ഓഫീസുകളിലും ഈ എല്ലാ സ്ഥലത്തുനിന്നും നിർബന്ധിതമായിട്ട് ഒരു ദിവസത്തെ ഇന്നലത്തെ ഒരു ദിവസം ലീവ് കൊടുത്തിട്ട് ഇവിടെ നിന്നൊക്കെ ആളുകളെ ഈ പരിപാടിക്ക് കൊണ്ടുവരുന്ന പരിപാടിയായിരുന്നു ഇന്നലെ അവിടെ കണ്ടത്. അങ്ങനെ ഇത് എങ്ങനെയാണോ ആളുകൾ ഈ രീതിയിലോട്ട് ചിന്തിച്ച് തുടങ്ങിയത്, ആളുകൾ എന്തുകൊണ്ട് ഇതിൻ്റെ പിന്നാലെ പോയി എന്നുള്ളത് മറ്റൊരു സത്യമാണ്. അതായത് കഴിഞ്ഞ ദിവസം ഒരാഴ്ച മുമ്പ് കഴിഞ്ഞ സൺഡേ ആയിരുന്നു ഹരിയാന ഡൽഹി NCR എന്ന് ഹരിയാനയിലോട്ട് പോകുന്ന ദ്വാരക ഹൈവേ ഉണ്ട്. ദ്വാരക ഹൈവേയുടെ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് മോദിജി വരുന്നു, നമ്മുടെ ഡൽഹി മുഖ്യമന്ത്രി ഉണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പം പരിപാടിക്ക് ആളുകൾ ഉണ്ടാവില്ല. മോദിയുടെ പരിപാടിക്ക് പ്രത്യേകിച്ച് ആളില്ല, കാരണം വോട്ട് കള്ളൻ എന്നുള്ള പേരുള്ളത് കൊണ്ട് തന്നെ പ്രത്യേകിച്ച് ആളുകളില്ല എന്നുള്ളൊരു അറിവ് അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്തു, ഡൽഹിയിൽ ഈ സൺഡേയിലുള്ള ഓഫ് അങ്ങ് ക്യാൻസൽ ചെയ്തു. സൺഡേയിൽ ഈ പറഞ്ഞ ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്ക് കൊടുക്കേണ്ട ഓഫ് ക്യാൻസൽ ചെയ്തു. അതുപോലെ തന്നെ ഈ ക്ലീനിങ് തൊഴിലാളികളുടെ ഒക്കെ ഓഫ്, അവർക്കൊന്നും ആ ദിവസം അന്ന് പണിയെടുക്കണ്ട. ഈ പറഞ്ഞ ആളുകളെല്ലാവരും കൂടെ കൊണ്ടുവന്നിട്ട് ഇവർ ഈ പ്രോഗ്രാമിന്, ഈ ദ്വാരക ഹൈവേയുടെ ഉദ്ഘാടനത്തിൻ്റെ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് മോദിജിക്ക് ടാറ്റ കൊടുക്കുന്ന പാവങ്ങൾ കുറേ എണ്ണത്തിനെ കൊണ്ട് അവിടെ നിർത്തി. അപ്പോൾ ഇതിനെതിരെ ആം ആദ്മി പാർട്ടി, അന്ന് അവിടുത്തെ പ്രതിപക്ഷ ആം ആദ്മിയാണല്ലോ, അവർ തന്നെ സംസാരിച്ചു. അല്ല, ഇതെന്ത് പരിപാടിയാണ്, ഈ പാവങ്ങൾക്ക് ലീവ് വേണ്ട, അല്ലെങ്കിൽ ഒരു ദിവസം ഡൽഹി ഹരിയാന എന്നൊക്കെ പറഞ്ഞ സ്ഥലത്തെ സിറ്റി ക്ലീൻ ചെയ്യുന്ന ആളുകൾ വേണ്ട, അവിടുത്തെ മുനിസിപ്പാലിറ്റി തൊഴിലാളികൾ എല്ലാവരും കൂടെ നിങ്ങൾ മോദിജിയുടെ പരിപാടിക്ക് കൊണ്ടുപോയാൽ എങ്ങനെയെന്ന് പറഞ്ഞാൽ അവർ ഭയങ്കരമായിട്ട് പ്രതിഷേധമൊക്കെ ഉയർത്തി. പക്ഷെ കാര്യമില്ലല്ലോ, മോദിജി കൊണ്ടുപോകില്ല. കാരണം ഭരിക്കുന്നത് ഇപ്പം കള്ളഭരണമായിരിക്കാം, കള്ളവോട്ട് കൂടെ എന്നുള്ള നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട്. അവിടുത്തെ വോട്ടിംഗ് കൂടിയതും കുറഞ്ഞതും ഒക്കെ നമ്മൾ കണ്ടു ഡൽഹിയിൽ. അപ്പം അങ്ങനെയുള്ളൊരു ഭരണമുള്ള സ്ഥലത്ത് അവർ പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്കും ഗവൺമെൻറ്റിലെ ബാക്കി ജീവനക്കാർക്കും ചെയ്തേ പറ്റും. അങ്ങനെ ഇവരെല്ലാവരും കൂടെ അവിടെ ചെന്ന് അങ്ങനെയാണ് മോദിജി ടാറ്റ കൊടുക്കാൻ 3, 4, 5 ആൾക്കാർ അവിടെ ഉണ്ടായത്. അല്ലെങ്കിൽ പൊട്ടിപ്പൊളിഞ്ഞു പോകുന്ന ഒരു പരിപാടി മാത്രമായി മാറിയതിനെ ആ പ്രോഗ്രാം എന്നുള്ളതാണ് സത്യാവസ്ഥ. അപ്പോൾ ഇത് ഓൾറെഡി ഇങ്ങനെയുള്ളത് കൊണ്ട് ചില പത്രങ്ങൾ, ഡൽഹിയിലെ തന്നെ ചില പത്രങ്ങളും ഇതിൻ്റെ പിന്നാലെ പോയി ഇത് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ സംഭവത്തിനെ കുറിച്ച് ഇങ്ങനെ കൂടുതൽ കാര്യങ്ങൾ അവർ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് അവർ ഹരിയാനയിലെത്തുന്നത്, ബീഹാറിലെത്തുന്നത്. അങ്ങനെ ബീഹാറിലെത്തി ബീഹാർ പ്രോഗ്രാമിൻ്റെ അവിടെ മോദിയുടെ പ്രോഗ്രാമിൻ്റെ മുമ്പിൽ കൂടി കുറേ പെണ്ണുങ്ങൾ അവിടെ നിന്ന് വിടുന്ന കുറേ പാവപ്പെട്ട പെണ്ണുങ്ങളെ കൊണ്ടിരുത്തിയിട്ടുണ്ട്. കുറച്ച് വേറെ കുറേ പയ്യന്മാരൊക്കെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു പയ്യൻ്റെ അടുത്ത് പോയിട്ട് ഈ പത്രത്തിൽ നിന്ന് ആൾക്കാർ ചോദിച്ചു, താങ്കൾ എവിടുന്നാണ്? അപ്പോൾ അവൻ പറഞ്ഞു, അവിടെ ഉള്ള സ്കൂളിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്. അപ്പം മോദിയുടെ ഫാനാണോ? മോദിയുടെ ഫാൻ അല്ല, മോദിയുടെ ഫാനല്ല. പിന്നെ ഞാൻ RJD ഫാനാണ്, തേജസ്വി യാദവിൻ്റെ ഫാനാണ്. അപ്പോൾ പിന്നെ ഇവിടെ എങ്ങനെ എത്തി? അത് സ്കൂളിൽ നിന്ന് ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു, ഇങ്ങനെ വരണം, പ്രോഗ്രാമിൽ നിർബന്ധമായിട്ടും പങ്കെടുക്കണം, അങ്ങനെ സ്കൂളിൽ നിന്ന് ഞങ്ങളെ കൊണ്ടുവന്നതാണെന്നുള്ള ഒരു ബൈറ്റ് അവൻ കൊടുത്തു. അവനല്ല, വേറെ അതിനുശേഷം ഒരു പെൺകൊച്ചിനോട് ചോദിക്കുന്നില്ല. അങ്ങനെ കുറേ വീഡിയോസ് ഉണ്ട് ഇതിൻ്റെ. അതിൻ്റെ ഒരു ചെറിയ ജസ്റ്റ് ഒരു ക്ലിപ്പ് സൈഡിൽ വെച്ചിട്ടായിരുന്നു നിങ്ങൾക്കൊന്ന് കാണാൻ വേണ്ടിയിട്ട്. बोलो ना कुछ कहला है जी।
क्या? किसके कार्यक्रम में आप आए हैं? मोदी जी के। मोदी जी के कार्यक्रम। आप क्या करते हैं? पढ़ाई करते हैं। पढ़ाई करते हैं। किस उद्देश्य से आए? देखने आए, सुनने आए हैं या बुलाया गया आपको? देखने आए हैं। देखने आए हैं। बुलाया गया है बुलाया कॉलेज की तरफ से। किनकी तरफ से? कॉलेज की तरफ से। कॉलेज की तरफ से बुलाया गया। किस कॉलेज के साथ? ITI गवर्नमेंट ITI महाकार का। वहाँ से आप लोगों को बुलाया गया। जी हाँ। तो नरेंद्र मोदी की आप सुनेंगे? जी। आपके पसंदीदा नेता है कौन है? ये नहीं पसंदीदा नहीं है। नहीं है, कौन पसंदीदा नेता है? ये हमको मालूम नहीं है अभी। आपके नेता कोई है पसंदीदा है या नहीं है, ये आपको पता नहीं? अच्छा, किसी को भी तो लाइक करते होंगे कि तेजस्वी यादव अच्छा है। RJD का फैन। RJD के फैन। और आप नरेंद्र मोदी का सुनने आए हैं। क्या नाम हुआ आपका? गणेश कुमार। गणेश जी। कहाँ के रहने वाले गणेश जी? गुरारू के। गुरारू के रहने वाले। ठीक। बिहार നിങ്ങൾ കണ്ടില്ലേ, ദൈനിക് ഭാസ്കറിന്റെ റിപ്പോർട്ടറാണ് കേട്ടോ. അവരോട് ചോദ്യങ്ങൾ ചോദിക്കും. തലയിൽ മോദിയുടെ തൊപ്പി വെച്ചു കൊടുത്ത്, അല്ലെങ്കിൽ മോദിയുടെ ഫോട്ടോ ഉള്ള തൊപ്പി വെച്ചു കൊടുത്ത് ആചരടിക്കാരെ, പാവപ്പെട്ട കുറെ വിദ്യാർത്ഥികളെയും പാവപ്പെട്ട കുറെ സ്ത്രീകളെ അവിടെ കൊണ്ടിരുത്തി മോദിക്ക് ആളുണ്ടെന്നും പറയിപ്പിക്കേണ്ട അവസ്ഥയിൽ നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി, നമ്മുടെ വോട്ട് കള്ളൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ വോട്ട് കള്ളത്തരത്തിന് കൂട്ടുനിന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ അവസ്ഥയാണ്. ആരോപിതനാണ് കേട്ടോ. തെളിയിച്ചിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. പിന്നെ അവരുടെ പോക്കറ്റിലുള്ള ഇലക്ഷൻ കമ്മീഷനും പറഞ്ഞ തെളിവില്ല എന്നാണ് പറഞ്ഞത്. തെളിവൊക്കെ മൊത്തത്തിൽ കാണിച്ചു കൊടുത്തിട്ടുണ്ട് രാഹുൽ ഗാന്ധി എന്നുള്ള എല്ലാവർക്കും അറിയാം. അതിൻ്റെ എഫക്റ്റാണ് ഇപ്പം ബീഹാറിൽ രാഹുൽ ഗാന്ധിയുടെ യാത്രയിൽ നമ്മൾ കാണുന്ന ആളുകളുടെ ജനസാഗരം എന്നൊക്കെ നമ്മൾ പറയില്ല, അതുപോലെ ഒഴുകി വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ ഇവിടെ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഇത്രയും പൊതുവേ എല്ലാ കഴിഞ്ഞ പ്രാവശ്യത്തെ ഭാരത് ജോഡോ യാത്ര 1 ആണെങ്കിലും സെക്കൻഡ് 2 ആണെങ്കിലും അതിനുശേഷം വന്ന ഇലക്ഷൻ പ്രചരണ യാത്രകൾ ഒരുപാടുണ്ടായിരുന്നു. അങ്ങനെ ഈ യാത്രകളിലൊക്കെ രാഹുൽ ഗാന്ധിയുടെ പ്രോഗ്രാമിന് ജനലക്ഷങ്ങൾ വരാറുണ്ട് കേട്ടോ. എപ്പോഴും വരാറുണ്ട്. മോദിയുടേത് ഒരു ചെറിയൊരു സ്ഥലത്ത് അല്ലെങ്കിൽ ചെറിയൊരു വേദിയിൽ കുറേ ആൾക്കാരെ കൊണ്ടിരുത്തി പറഞ്ഞ പോലെ അവിടുത്തെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരെയും സ്കൂളിലെ പിള്ളേരെയും ഒക്കെ, നമ്മുടെ നവകേരള യാത്രയൊക്കെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ, പിണറായി പോകുന്ന വഴിയിൽ റോഡരികിലൊക്കെ ഈ പാവപ്പെട്ട സ്കൂളിലെ വിദ്യാർത്ഥികളും ഗവൺമെന്റ് സ്കൂളിലെ പിള്ളേരെ കൊണ്ട് പിടിച്ചു നിർത്തിയൊക്കെ അതിന്റെ മറ്റൊരു വേർഷനാണിത്. അപ്പം അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഇപ്പം BJP ഭരിക്കുന്ന സ്ഥലത്ത്, അല്ലെങ്കിൽ BJP NDA സഖ്യകക്ഷികൾ ഭരിക്കുന്ന സ്ഥലത്ത് ആളെ കൊണ്ടുവരിക എന്നുള്ളത് മാത്രമായിരുന്നു ഇവരെ കൊണ്ട് പറ്റിയിരുന്നത്. രാഹുൽ ഗാന്ധിയുടെ പ്രോഗ്രാമിന് അങ്ങനെ ആയിരുന്നില്ല. അപ്പോൾ 2024 ലോക്സഭാ ഇലക്ഷൻ്റെ സമയത്താണെങ്കിലും ആളുകൾ ഇഷ്ടം പോലെ കൂടിയിരുന്നു. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ നമ്മൾ കണ്ടത് നേരെ തിരിച്ചു. ഇപ്പോൾ ടോട്ടൽ ഈ രണ്ട് കൂട്ടരുടെയും കൂടെ വോട്ടിംഗ് ശതമാനം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വോട്ടിംഗ് ശതമാനത്തിൽ വലിയ ഡിഫറൻസ് ഇല്ല. കോൺഗ്രസ് കൂടുതൽ സ്ഥലങ്ങളിലും ഒറ്റക്ക് നിന്നിട്ട് 33-34% വോട്ടുണ്ട്. ബാക്കി NDA കക്ഷികളെല്ലാവരും കൂടെ നിന്നിട്ട്, അല്ലെങ്കിൽ BJP മാത്രം, NDA കക്ഷികളെ മാറ്റി BJP മാത്രം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ചെറിയ ഡിഫറൻസ് മാത്രമേ നമ്മൾ വോട്ടിങ്ങിൽ കാണുന്നുള്ളൂ കഴിഞ്ഞ പ്രാവശ്യത്തെ ലോക്സഭാ ഇലക്ഷനിലൊക്കെ. അപ്പം അതിനൊരു കാര്യം വ്യക്തമാണ്, ആളുകൾ വോട്ട് ചെയ്തത് ഇന്ത്യ മുന്നണിക്ക്, കോൺഗ്രസിന് തന്നെ ആയിരിക്കും. പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ തിരിച്ചു കുത്തിയത് അത് BJPക്കാണ്, അതല്ലെങ്കിൽ കുറേ പേരെ വെട്ടിക്കളഞ്ഞ് ഒഴിവാക്കിയതും BJPക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ളത് നമ്മൾ ഇലക്ഷൻ റിസൾട്ട് വന്നപ്പോൾ നമുക്ക് മനസ്സിലായി. അന്ന് ആരും അത് ഒരുപാട് ചിന്തിച്ചില്ല. ഇപ്പം വിത്ത് തെളിവുകൾ വന്നപ്പോഴാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായത്. അതുകൊണ്ട് തന്നെ ഇന്നലത്തെയും കഴിഞ്ഞ കുറച്ച് ദിവസത്തെ പ്രോഗ്രാമിനായിട്ട് രാഹുൽ ഗാന്ധിക്ക് വരുന്ന ആളുകളുടെ അളവ് എന്ന് പറഞ്ഞാൽ കണക്കില്ലാത്ത ആളുകളാണ് ആ പ്രോഗ്രാമിൽ പങ്കെടുക്കാനും അല്ലെങ്കിൽ ഈ പാർട്ടിയുടെ ഭാഗമാകാനും അവിടെ എത്തുന്ന ആളുകൾ. പക്ഷേ ഇവരൊക്കെ വോട്ട് ചെയ്യാൻ ഇവർക്ക് സമ്മതിക്കും, അല്ലെങ്കിൽ 65 ലക്ഷം ആൾക്കാരെ കട്ട് ചെയ്ത പോലെ ഇനി കട്ട് ചെയ്ത ആൾക്കാരുടെ എത്ര ലക്ഷങ്ങൾ അവിടെ ബാക്കിയുണ്ട്, അതല്ലെങ്കിൽ വോട്ട് ചെയ്യാൻ നേരത്ത് വോട്ട് മറ്റവർ ചെയ്തു പോയി എന്നുള്ള കണക്കോ. ഇപ്പം നമ്മൾ പലയിടത്തും കാണാറുണ്ട്, വോട്ട് ചെയ്യാൻ പോകുമ്പോൾ വോട്ട് ഉണ്ടാവില്ല, എന്തെങ്കിലും കാരണം കൊണ്ട് പിരിഞ്ഞു പോകും. പിന്നെ 5 മണി 5:30 വരെ വോട്ടിംഗ് 60-70% പോളിംഗ് ഉള്ള സ്ഥലത്ത് രാത്രി 10 മണി എന്നുള്ള കണക്ക് വരുമ്പോഴേക്ക് ഇലക്ഷൻ കമ്മീഷൻ റിപ്പോർട്ട് വിടുന്നത് 80-85% വോട്ടിംഗ് ഉണ്ട്. ബാക്കി കുത്തുന്നത് ഇലക്ഷൻ കമ്മീഷൻ സ്വന്തം വീട്ടിലിരുന്ന് കുത്തിക്കയറ്റുന്നതാണോ എന്നൊക്കെ സംശയം മാത്രമല്ല, നമ്മളെ മുമ്പിൽ ഇങ്ങനെ തെളിവുകൾ ഇങ്ങനെ നിരന്ന് കാണുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ അവിടുത്തെ ആളുകളുടെ മൂവ്മെൻറ്റും കാര്യങ്ങളും സർവേ റിപ്പോർട്ടും ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 100% കോൺഗ്രസ്സിന് തന്നെ, അവിടുത്തെ തേജസ്വി യാദവിൻ്റെ അണ്ടറിൽ വരുന്ന കോൺഗ്രസ് പാർട്ടിക്ക് തന്നെ ആയിരിക്കും ബീഹാറിലെ ഇലക്ഷൻ്റെ റിപ്പോർട്ട് അല്ലെങ്കിൽ വിജയം ഉണ്ടാവുക. പക്ഷേ ഇനി അതിനേക്കാൾ വലിയ കളി, ഇപ്പോൾ വോട്ട് കട്ട്, ഇനി വേറെ വല്ലതൊക്കെ കട്ട്, അതിനേക്കാൾ വലിയ കള്ളത്തരം ചെയ്യാൻ കെൽപ്പുള്ളതും പൈസ ഉള്ളതും അതിനുള്ള എന്ത് ചെറ്റത്തരും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ആളുകളും പാർട്ടിയുമാണ് നമ്മുടെ രാജ്യം ഭരിക്കുന്ന പാർട്ടി എന്നുള്ളത് കൊണ്ട് തന്നെ ഇനി അവിടുത്തെ റിസൾട്ട് എങ്ങനെ അവർക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. പക്ഷേ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഇതാണ്. മോദിയുടെ പരിപാടിക്ക് ആളില്ല, മോദിനെ കാണാൻ ആളില്ല, മോദി വെറുതെ അവിടെ വന്നിട്ട് 2 കുത്തിത്തിരിപ്പ് പറയാൻ വേണ്ടിയിട്ട് കേൾക്കാൻ ആളില്ല. അതില്ലാത്തത് കൊണ്ട് തന്നെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരും ഗവൺമെൻറ് ഓഫീസിനും സ്കൂളിനും ഒക്കെ ആളെ കൊണ്ട് ഇരുത്തേണ്ട ഒരു പരിതാപകരമായിട്ടുള്ള അവസ്ഥ നമ്മുടെ രാജ്യം ഭരിക്കുന്ന, വോട്ട് ചോരി എന്ന് പറയപ്പെടുന്ന നമ്മുടെ രാജ്യം ഭരിക്കുന്ന പാർട്ടിക്കും ആ പാർട്ടിയുടെ അധ്യക്ഷനും ഇപ്പം ഉണ്ടായിട്ടുണ്ട്.